ഹായ് കൂട്ടുകാരെ, സത്യ ആൻഡ് സായി ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ടോ ഒരു വീഡിയോ ഒക്കെ ചെയ്തത്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഇന്ന് ദാണ്ടെ എൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം ചെറിയ രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കുന്നുള്ളൂ, വലിയ രീതിയിലൊന്നും ഞങ്ങൾ ആഘോഷിക്കുന്നില്ല. അപ്പം ഞാനും ചേട്ടനും രണ്ടും മക്കളും കൂടെ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പായസം വെക്കാം. നമുക്ക് പായസം വെക്കുന്നത് കാണാം. പായസം റെഡി ആയിട്ടുണ്ട് കേട്ടാ. അമ്മയാണെന്ന് പായസം വെക്കുന്നതേ. അമ്മ പായസം റെഡി ആയോ അമ്മ? ഇങ്ങോട്ട് നോക്ക്, മുഖം കാണിക്ക്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടാ ഞാൻ ആലോചിച്ചത്, ബർത്ത്ഡേക്ക് തൊപ്പി മേടിക്കുന്ന കാര്യം ഞാൻ അങ്ങ് മറന്നു. ചെറിയ തൊപ്പി മേടിക്കണം എന്നായിരുന്നു എൻ്റെ കാര്യം, പക്ഷെ തൊപ്പി മേടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ഗ്ലിറ്റർ പേപ്പറും ഒരു പശയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ ഒരു കാട്ടിക്കുട്ടി ഒരു തൊപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വെച്ച് ഞാൻ തന്നെ കാട്ടിക്കുട്ടി ഉണ്ടാക്കിയൊരു തൊപ്പിയാണ് കേട്ടോ. കൊള്ളാവോ എന്തോ, എന്തായാലും കൊള്ളായിരിക്കും. തൊപ്പിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു കുറവുള്ളത് പോലെ തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല, ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ലവ് ചിഹ്നം അങ്ങോട്ട് വെട്ടി മാറ്റി. ഇനി അത് നമുക്കൊന്ന് ഒട്ടിച്ച് വെച്ച് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് കേട്ടോ. പിന്നെ ഞാൻ അപ്പോൾ അതെ, ഇതാണ് ഞങ്ങളെ മോന് വേണ്ടി മേടിച്ചിരിക്കുന്ന ചെറിയ കേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ചെറിയ കേക്കാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. കേക്ക് കണ്ടപ്പോൾ മുതൽ ആളുടെ സ്വഭാവം തീരെ മാറിയിരിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, അവന് മധുരം ഒട്ടും ഇഷ്ടമല്ല. കേക്ക് മുറിച്ചാലുടനെ അവന് മധുരം കൊടുക്കുമെന്ന് അറിയാമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ കിടന്ന് കരച്ചിൽ തുടങ്ങിയത്. പിന്നെ കരച്ചിലായി, നിലവിളിയായി, പിന്നെ തൊപ്പിയെടുത്തെറിയുന്ന, മുട്ടായി വലിച്ചെറിയുന്ന ഒരു ബഹളം വരുന്നിട്ട്. എന്നിരുന്നാലും ഞങ്ങൾ എങ്ങനെയെങ്കിലും അവൻ്റെ കൈ പിടിച്ച് കേക്ക് കട്ട് ചെയ്ത് കേട്ടോ. കേക്ക് കട്ട് ചെയ്തിട്ട് അവന് ആ കേക്ക് തീരുന്നത് വരെ അവൻ കരച്ചിലായിരുന്നു. കേക്ക് മൊത്തത്തിൽ തീർന്നിട്ടില്ലായിരുന്നു. ആരെങ്കിലും അവൻ്റെ വായിൽ കേക്ക് കൊണ്ട് വെച്ച് കൊടുക്കുമെന്നും പറഞ്ഞ് പേടിച്ചിട്ടാണ് കേട്ടോ അവൻ കരഞ്ഞുകൊണ്ട് നടന്നത്. പിന്നെ ആ കേക്ക് തീർന്നു എന്നറിഞ്ഞപ്പോഴാണ് എൻ്റെ മോൻ്റെ സന്തോഷമായത്. ഇനി കേക്ക് എനിക്ക് തരത്തില്ലല്ലോ എന്ന് പറഞ്ഞൊരു സന്തോഷമായത്. പിന്നെ നമ്മൾ ഇത്രയൊക്കെയുള്ള ആഘോഷങ്ങൾ, പിന്നെ നമ്മളെല്ലാവരും കേക്കൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ വലുതൊന്നും ചെറുതൊന്നും അല്ല, ചെറിയ രീതിയിലാണെങ്കിലും എനിക്ക് മനസ്സിന് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്.